സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം സംഘപരിവാർ സംഘടനകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ധമായ കോൺഗ്രസ് വിരുദ്ധ പ്രസംഗങ്ങളുടെ തനിയാവർത്തനം മാത്രമാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ സമ്മേളനവും പെൻഷൻ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള 75 വർഷക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കൂ. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് അതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പാർലമെന്റിൽ വളരെ വിശദമായി ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾക്കൊക്കെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അതേ കൃത്യമായി ഒരു 90 മിനിറ്റിലേറെ നീണ്ടുന്ന ഒരു സുദീർഘമായ പ്രസംഗം അദ്ദേഹം നടത്തുകയുണ്ടായി. ഒരു മറുപടി എന്ന രൂപത്തിലാണ് ആ പ്രസംഗം ഞാൻ കേട്ടത്. ഞാൻ ആമുഖമായിട്ട് പറയട്ടെ, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എത്രയോ വർഷമായി 1984 ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി. ആ കാലം മുതൽ കോൺഗ്രസ് ഗവൺമെന്റുകൾക്കും കോൺഗ്രസ് പ്രധാനമന്ത്രിമാർക്കും വരെ നടത്തുന്ന ഒരു പ്രസ്താവനയുടെ അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ ഒരാവർത്തനം എന്ന രൂപത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്രയേറെ അധിക്ഷേപകരമായ രൂപത്തിൽ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഈ രാജ്യം ഭരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ആ കാലം മുതൽ കോൺഗ്രസ് ഗവൺമെന്റുകൾക്കും കോൺഗ്രസ് പ്രധാനമന്ത്രിമാർക്കും വരെ നടത്തുന്ന ഒരു പ്രസ്താവനയുടെ അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ ഒരാവർത്തനം എന്ന രൂപത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ അന്ധമായ കോൺഗ്രസ് വിരോധത്തിൽ ഊന്നിക്കൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് നേടിയ നേട്ടങ്ങളൊക്കെ തന്നെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു അർത്ഥശൂന്യമായ ജൽപ്പനമായിട്ട് മാത്രമേ ആ പ്രസംഗത്തെ എനിക്ക് വിലയിരുത്താൻ സാധിക്കൂ. ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ കാര്യം പറയുന്നത്, പക്ഷെ പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. ഞാൻ പ്രധാനമന്ത്രിയുടെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരോട് അതുപോലെ പെൻഷൻകാരോട് ഒരു പ്രതിബദ്ധതയും കാണിക്കാത്ത ഏതെങ്കിലും ഒരു സർക്കാർ ഇന്നുവരെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടോ ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ ഇന്നുവരെ അത്തരമൊരു ഭരണകൂടം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടില്ല എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിയാനുള്ള ഒരാർജവബോധം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമേ എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. സമ്മേളനത്തിൽ കെ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MP മുഖ്യപ്രഭാഷണം നടത്തി. ശ്വാസം ഞങ്ങൾ കണ്ടൊരു കൂടിയാണ്. ഞങ്ങൾ രാജ്യത്തൊട്ടാകെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ സമ്മേളനങ്ങൾ, പെൻഷൻസുകാരുടെ സമ്മേളനങ്ങൾ നടത്തി വരികയാണ്. ഈ ഡിസംബർ 17 നമ്മളുടെ ദേശീയ പെൻഷൻ്റെ ദിനാചരണം. ആ ദിനാചരണവും വടകരയിലെ സമ്മേളനവും ഒന്നിച്ച് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്രാവശ്യം. അതനുസരിച്ച് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ സമ്മേളനം നടന്നു. പെൻഷൻകാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അതൊക്കെ നേരെ ചൊവ്വായിട്ടും കേന്ദ്ര സർക്കാർ ചെയ്യാൻ മടിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സമ്മേളനം ശക്തമായ പ്രശ്നം രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള പെൻഷൻ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നടപടികളും നിവേദനങ്ങളും ഞങ്ങൾ ഷാഫി പറമ്പിൽ MP മുഖേന കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഘടനാ സംവിധാനത്തിലുള്ളത്. ഏറ്റവും വലിയ മെജോർ സംഘടനയാണ് ഇപ്പം വടകരയിൽ. ഏതാണ്ട് 500ഓളം മെമ്പർമാരാണ് ഇപ്പം ഞങ്ങൾ പുതുതായി വന്നിട്ടുള്ളത്. വലിയ ജനസംഖ്യ ലൈവായ ജീവനക്കാരുണ്ടെങ്കിലും ഇപ്പോൾ അത് മറിച്ചുകൊണ്ട് പെൻഷൻകാർ കൂടുകയും ലൈവ് ജീവനക്കാർ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ വടകര റൂറൽ ജില്ലാ സമ്മേളനം നടക്കുന്നത്. പാറക്കൽ അബ്ദുള്ള, ജോസഫ് വാഴക്കാൻ, ജ്യോതി വിജയകുമാർ, അഡ്വക്കേറ്റ് E. നാരായണൻ നായർ, K. ഹരീന്ദ്രൻ, PK രാകേഷ്, സതീശൻ കുര്യാടി, K. രാഘവൻ, V. അബ്ദുൽ കരീം, കുഞ്ഞു മുഹമ്മദ്, NA കുമാരൻ, PK കുഞ്ഞിക്കണ്ണൻ, KP ബാലകൃഷ്ണൻ നമ്പ്യാർ, രാജഗോപാലൻ കാരപ്പറ്റ എന്നിവർ സംസാരിച്ചു. കണ്ടുപോകാം. വിശേഷിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ പലപ്പോഴും ഞാൻ MLA ആയിരുന്നപ്പോഴൊക്കെ നിങ്ങളുടെ വിഷയങ്ങളിൽ സാധ്യമാകുന്ന ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. നിങ്ങളുടെ പല പരിപാടിയിലും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്.
തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ സാധ്യമാകുന്ന എന്തൊക്കെ പറ്റുമോ ഈ പറഞ്ഞ പെൻഷനേഴ്സിൻ്റെ വിശേഷിച്ച് ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ചെറിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിലൊക്കെ ഗൗരവതരമായി ഇടപെടാൻ എന്തായിരുന്നാലും മാറ്റമൊക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ അവസ്ഥക്കൊക്കെ മാറ്റം കേരളക്കരയിലുണ്ടാവും. അതിനൊരു സംശയവുമില്ല. നമുക്ക് ഒരു കൂട്ടായ്മ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അതിലൊക്കെ ഇടപെടാൻ സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകുക. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും. സമ്മേളനത്തിൽ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു. ജനറൽ കൺവീനർ TK നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമുക്കിനൊരു കൂട്ടായ്മ വേണ്ടേ? ഇപ്പം നിങ്ങളെയെല്ലാം കാണുമ്പോൾ, നിങ്ങൾ എന്നെയും കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇരുന്ന ആളുകളെയും കാണുമ്പോൾ എത്ര സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ടും നമ്മുടെ പെൻഷൻകാരെ തന്നെ കാണുവാനുള്ള ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്കാണ് ഇപ്പോൾ നമ്മൾ ഈ സംഘടനയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.